വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2 മോഡ്യൂളിന് വേണ്ടിയിട്ടാണ്, 2 കോഴ്സ് ഔട്ട്കമ്മിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് അപ്ലൈയിങ് വേരിയസ് നെറ്റ്വർക്ക് തിയറം ടു കമ്പ്യൂട്ട് applying various network theorem to complete circuit parameters. രണ്ടാമത്തത് to solve circuit parameters in series AC circuit with different load. രണ്ടിൽ നിന്നും 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 40 ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കിയിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൈം എനി വൺ ഡി സി നെറ്റ്വർക്ക് തിയറം, ഉത്തരം റെസിപ്രോസിറ്റി തിയറം. 2 ബ്രാഞ്ചസ് മീറ്റ് അറ്റ് എ പോയിന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ് നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു. 2 branches meet at a point in a circuit is called junction or node. Write a format of polar form E of angle theta, ഈനെ മാഗ്നിറ്റ്യൂഡ് എന്നും തീറ്റനെ ഇൻക്ലൈനേഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് വിളിക്കുന്നു. പാർട്ട് എയിൽ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നാലാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് type of a load and their power factors. റെസിസ്റ്റീവ് ലോഡ് ലാഗിങ് ആണ്, കപ്പാസിറ്റീവ് ലോഡ് ഇൻ ഫേസ് ആണ്, ഇൻഡക്റ്റീവ് ലോഡ് ലീഡിങ് ആണ്. തെറ്റാണല്ല എഴുതിയിരിക്കുന്നത്. സോ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഫേസ് ആണ്, കപ്പാസിറ്റീവ് ലോഡ് എന്ന് പറയുന്നത് ലീഡിങ് ആണ്, ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് ലാഗിങ് ആണ്. പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസിപ്രോസിറ്റി തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എനി ലീനിയർ bilateral network, if a source of EMF E in any branch produce a current in any another branch, then the same EMF E acting in the second branch produce same current I in the first branch. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി തിയറത്തിൻ്റെ പ്രൊസീജിയർ എഴുതാനാണ്. റൈറ്റ് ടു പ്രൊസീജിയർ ടു നോട്ടനൈസ് എ ഗിവൺ സർക്യൂട്ട്. നോട്ടനൈസ് മാത്രം ചെയ്താൽ മതി, കറണ്ട് ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് റിമൂവ് ദ റെസിസ്റ്റൻസ് ഇഫ് എനി. ഈ റിമൂവ് ലോഡ് റെസിസ്റ്റൻസ് ഇഫ് എനി. റിമൂവ് ലോഡ് റെസിസ്റ്റൻസ് ഇഫ് എനി. അതുകൊണ്ട് മാത്രമായില്ല. പ്രൊസീജിയർ റിമൂവ് ലോഡ് റെസിസ്റ്റൻസ് ഇഫ് എനി across two given terminal and put short circuit across them. Find the short circuit current ISC. Then remove all voltage source and current source, voltage source by open and current source by short. Find Norton equivalent circuit resistance, removing all voltage sources and looking through the 2 terminals. അടുത്തത് join the current source ISC in parallel across Norton resistance IN. Draw the Norton equivalent circuit. ഇതുപോലെ വരയ്ക്കുക. നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പം കറണ്ട് സോഴ്സിന് RNന് പാരലായിട്ട് എ ആൻഡ് ബി കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയും ബി 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 20 + j30, ബി എന്ന് പറയുന്നത് -10 - j15 ആണ്. എ മൈനസ് ബി കാണാനാണ്. എ മൈനസ് ബി കാണുന്ന സമയത്ത് -10 - j15 ഇത് രണ്ടും മൈനസ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. റിയൽ ജെ ഇല്ലാത്ത ടേമുകളെ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. 20 + 30 ജെൻ്റെ ബാക്കി വരുന്ന ടേം, അതായത് j30 പ്ലസ് ആണ്. അതേപോലെ തന്നെ ഈ മൈനസിനെ ഈ മൈനസ് കൊണ്ട് ഗുണിക്കുമ്പോൾ അതും പ്ലസ് ആയിട്ട് മാറി. 20 + 10 കൂട്ടിയാൽ 30, 30 + 15 കൂട്ടിയാൽ 45. അതിനെ ഇത് പോളാർ ഫോമിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ √()
30² പ്ലസ് 45² ടാൻ ഇൻവേഴ്സ് 45/30. 30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 പ്ലസ് 45ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20/25. ടാൻ ഇൻവേഴ്സ് 45/30 എന്ന് പറയുമ്പോൾ 45/30 എന്ന് പറഞ്ഞാൽ 1.5. 1.5ൻ്റെ ടാൻ ഇൻവേഴ്സ് കാണണം. സോ റൂട്ട് ഓഫ് 2925ൻ്റെ റൂട്ട് ടാൻ ഇൻവേഴ്സ് 1.5 എന്ന് പറഞ്ഞാൽ 56.3. 56.09 വരുന്നുണ്ട്. 54.08 ആംഗിൾ അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 56.309 ഡിഗ്രി. ഇത് ഇങ്ങനെ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് പോളാർ ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞത്. 30 + JB എയും ബിയും തമ്മിൽ കൂട്ടിയ ശേഷം പോളാർ ഫോമിലേക്ക് മാറ്റിയ രീതി എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്നതിനെയാണ് പോളാർ ഫോമിലേക്ക് മാറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ വെക്റ്റർ ഡയഗ്രാം ഓഫ് RC സർക്യൂട്ട് ആണ്. അതാണ് ഈ കാണുന്നത്. I ആണ് റെഫറൻസ്. സീരീസ് ആയതുകൊണ്ട് Iനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. ആദ്യം വരയ്ക്കേണ്ടത് ഈ മൗസ് പോണ മാതിരി ലൈൻ I ആണ്. അതിലാണ് VR എന്ന് പറയുന്ന സാധനം. ലീഡ് ആയതുകൊണ്ട് താഴേക്ക് വരച്ചു. അതിനെ VC എന്ന് മാർക്ക് ചെയ്തു. VRൻ്റെയും VCയുടെയും ഈ രണ്ട് എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിനെ V എന്ന് വിളിച്ചു. വെക്റ്റർ ആദ്യമായി VR പിന്നീട് VC പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് V. ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രയാങ്കിൾ. R ആണ്. X ഇങ്ങനെയാണ്. X റിയാക്റ്റൻസ് XC എന്ന് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് എഴുതാൻ കാരണം RC സർക്യൂട്ട് ആണ്. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത Z ആണ്. ഇതിനാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ 6 ഓമിലൂടെയുള്ള വോൾട്ടേജ്, ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനുമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവ് 12 ഓം കളയുക. ഇന്റേണൽ റെസിസ്റ്റൻസ് 1 ഓം അവിടെ തന്നെ ഉണ്ടാവണം. അത് പ്രകാരമുള്ള ഫിഗറാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. 1 ഓം ഇവിടെ തന്നെ ഉണ്ട്. ഇനി 1 ഓമും 2ഉം 1ഉം തമ്മിൽ സീരീസ് ആണ്. 2 + 1 3 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ 3 ഓം റെസിസ്റ്റൻസ് വന്നു. 3 ഓമും 6 ഓമും പാരലൽ ആണ്. അപ്പോൾ 3 × 6 / 3 + 6 ആണ് 9. 18/9 2 ഓം ആണ്. 6നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 6 + 3 ചെയ്തു. അപ്പോഴാണ് 2 ഓം കിട്ടിയത്. ആ 2 ഓം കൂടെ ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് I1' മാത്രമാണ്. ഈ I1' എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഇപ്പോൾ ബാക്കി അവശേഷിക്കുന്നത് 2ഉം 2.5 ആണ്. 2 + 2.5 പ്ലസ് ഈ കറണ്ട് സോഴ്സിനുള്ള 0.5 കൂടി ചേർക്കുമ്പോൾ 5 ഓം ആവും. 6/5 എന്ന് പറഞ്ഞാൽ 1.2. ഇത് മാത്രമേ ആയിട്ടുള്ളൂ. I1' മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇത് തിരിച്ച് ആ സർക്യൂട്ടിൽ തന്നെ ഈ സർക്യൂട്ടിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ ഇട്ടു. I1' എന്ന് പറഞ്ഞാൽ 1.2 ആംപിയർ ആണ്. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1.2നെ 6 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ഇതിലൂടെയുള്ള I2' കിട്ടും. 6/6 + 2 + 1 ചെയ്താൽ 0.8 ആംപിയർ കിട്ടും. തിരിച്ച് I' കാണുകയാണെങ്കിൽ അത് 6 ഓമിലൂടെയുള്ള കറണ്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക? 1.2 × 3, അതായത് 2 + 1, 6 അവിടെ ഉൾപ്പെടുത്തൂല. / 6 + 2 + 1 3. എല്ലാറ്റിലൂടെയുള്ള 6 വോൾട്ട് സോഴ്സ് മാത്രം ഉണ്ടാകുമ്പോൾ ഉള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. I1' എന്ന് പറഞ്ഞാൽ 1.2, I2' എന്ന് പറഞ്ഞാൽ 0.8, I' എന്ന് പറഞ്ഞാൽ 0.4. നോക്കിയാൽ അറിയാം ഇവിടേക്ക് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് 1.2 ആംപിയർ ആണ്. ആ 1.2 ആംപിയറിന് തുല്യമാണ് 0.8 + 0.4. 0.8നോട് 0.4 കൂട്ടിയാൽ 1.2 ആംപിയർ കിട്ടും. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് 6 വോൾട്ടിനെ റിമൂവ് ചെയ്യുക. 0.5നെ അവിടെ ഇടുക. പഴയ 12 ഓമും 1 ഓമും അവിടെ തിരികെ വരികയും ചെയ്യും. ഈ സമയത്ത് നമുക്കറിയാം 0.5 ഇങ്ങനെ ചിത്രം വരച്ചാൽ കാണാൻ കഴിയും. 0.5ഉം 2.5ഉം കൂടി കൂട്ടിയാൽ 3 ഓം ആണ്. 3 ഓം 6 ഓമിന് പാരലൽ ആണ്. അപ്പോൾ 3 ഓമും 6 ഓമും കൂടി പാരലൽ ആവുമ്പോൾ 6 × 3 / 6 + 3, അതായത് 18/9 2 ഓം കിട്ടും.
അപ്പോൾ ചിത്രം വീണ്ടും ഇതേമാതിരി ചുരുങ്ങി. ആ ചുരുങ്ങിയ സമയത്ത് ഇനി ബാക്കി വരുന്നത് I2' മാത്രമാണ്. I2' തന്നെയാണ് ഇതിലൂടെയും കൂടി ഇറങ്ങുന്നത്. അപ്പോൾ ഈ I'' ഇല്ല. സോ ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 + 2 + 1 5 ആണ്. 12/5 എന്ന് പറഞ്ഞാൽ 2.4 ആംപിയർ ആണ്. അപ്പോൾ ഇതുവരെ 2.4 ആംപിയർ ആയി. നമ്മൾ അതിനെ ആദ്യത്തെ സർക്യൂട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. 2.4 ആംപിയർ ഇതാ ഇവിടം വരെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ I1" ആണ് കാണുന്നതെങ്കിൽ × 6 / 6 + 2.5 + 2 വരും. കറണ്ട് പോവാത്ത ഭാഗം I1' പോവാത്ത ഭാഗം ദാറ്റ് ഈസ് 1.6. I" എന്ന് പറയുന്നത് 6 പോകുന്നതാണ്. അപ്പോൾ അതല്ലാത്തതിന് 2.5 + 0.5 3 വരും. 2.4 × 3 / 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കറണ്ട് 2.4 ആണെങ്കിൽ 1.6 ഇങ്ങനെയും 1.8 ഇങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ 2.4 തന്നെ വരുന്നുണ്ട്. എല്ലാ കറണ്ടുകളും കണ്ടുപിടിച്ചു. എല്ലാ റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടുകളും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്താൽ മതി. സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് I1 ആണ് കാണുന്നതെങ്കിൽ I1ൻ്റെ അതേ ഡയറക്ഷനിലുള്ളത് 1.2 ആണ്. എന്നാൽ അതേസമയം ഇവിടെ കറണ്ട് ഡയറക്ഷൻ വ്യത്യാസമാണ്. ഈ കറണ്ട് ഡയറക്ഷൻ വ്യത്യാസമായതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കറണ്ട് ഡയറക്ഷൻ ഏതാണോ, മെയിൻ കറണ്ടിൽ നിന്ന് ഏതാണോ വ്യത്യാസമുള്ളത് അതിനെ മൈനസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ മൈനസ് ആയിട്ട് ഏതാണ് ഉൾപ്പെടേണ്ടി വരിക? ഏതാണ് സെയിം ഡയറക്ഷനിലുള്ളത്? 1.2 ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് 1.6 ആണ്. ദാറ്റ് ഈസ് 1.2 മൈനസ് 1.6 എന്ന് പറഞ്ഞാൽ -1.4 ആണ്. അതായത് ഈ ഡയറക്ഷൻ തെറ്റാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന 6 ആംപിയറിൽ നിന്ന് ഇങ്ങനെ പോകുന്ന കറണ്ട് ഡയറക്ഷൻ തിരിച്ചാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത് അത് കഴിഞ്ഞാൽ I2' ആണെങ്കിൽ ഇതേപോലെ തന്നെ I2' ആണെങ്കിൽ I2'ൽ സെയിം ഇങ്ങനെയാണ്, ഇങ്ങോട്ടാണ് കറണ്ട് ഡയറക്ഷൻ ഉള്ളത്. ഇതേ ഡയറക്ഷനിലുള്ളത് ഈ I2" മാത്രമാണ്. ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഏതിന് ഓപ്പോസിറ്റ് ആണെന്നാണ്? ഇതിന് ഓപ്പോസിറ്റ് ആണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഈ മൗസ് മൂവ് ചെയ്യുന്ന 12 വോൾട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ കറണ്ടിന് ഓപ്പോസിറ്റ് ആണ് ഈ കറണ്ട്. അതുകൊണ്ടാണ് I2' മൈനസ് ഇടാനായിട്ടുള്ള കാരണം. ദെൻ മറ്റേത് പ്ലസ് തന്നെ. 0.8ഉം 2.4ഉം 3.6. പക്ഷെ എന്നിട്ട് ആ വാല്യൂ പോസിറ്റീവ് തന്നെ ആയി മാറി. അതായത് ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, 12 വോൾട്ടും തന്നെയാണ്. മറ്റേ രണ്ട് ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ടാണ് രണ്ട് ഡയറക്ഷനും സെയിം ആയതുകൊണ്ടാണ് I എന്ന് പറഞ്ഞാൽ I' + I" രണ്ടും താഴേക്കാണ്, എയിൽ നിന്ന് ബിയിലേക്കാണ്. 0.4 + 0.8 1.2. 1.2നെ 6 കൊണ്ട് ഗുണിച്ചാൽ വോൾട്ടേജ് അക്രോസ് 6 ഓം 7.2 എന്ന് ലഭിക്കുന്നതാണ്. അടുത്തൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. നോർട്ടൺ ഈക്വലന്റ് കണ്ടുപിടിക്കാനാണ്. എയും ബിയും ഓൾറെഡി ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് പ്രൊസീജിയറിൽ പറഞ്ഞത് ഉണ്ടെങ്കിൽ മാത്രമേ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യേണ്ടുള്ളൂ, ഇഫ് എനി. ദെൻ അവിടെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഷോർട്ട് ചെയ്ത് വരച്ചു. അവിടെ കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ISC എന്ന് പറഞ്ഞത്. 15ഉം 10ഉം പാരലലാണ്. 15ഉം 10ഉം 15 × 10 / 15 + 10 പ്ലസ് ഒരു 10 ഓം സീരീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ക്രിയ ചെയ്താൽ 10 + 6 16 ഓമാണ് ടോട്ടൽ ഇവിടം വരെ വരുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഈ 100 വോൾട്ടിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ I എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 100 / 16 6.25. 6.25 ഇവിടേക്കാണ് വരുന്നത്. അത് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 10 ഓമിലൂടെ ഒഴുകുന്നില്ല. അപ്പോൾ 6.25നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് ഡിവൈഡഡ് ബൈ 10 + 15 ദാറ്റ് ഈസ് 2.5 ആംപിയർ ആണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടി. ഇനി വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്ത് അത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. 10ഉം 10ഉം പാരലലാണ്. 10 × 10 ഡിവൈഡഡ് ബൈ 10 + 10 15 സീരീസ് ആണ് ആ കോമ്പിനേഷനിൽ. അപ്പോൾ ഇതിലൂടെ നോക്കുന്ന സമയത്ത് 10ഉം 10ഉം പാരലൽ, ഈ 15 സീരീസ്. 15 + 5 20 ഓമാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് ലഭിച്ചു.
IN അല്ലെങ്കിൽ ISC എന്ന് പറയുന്നത് 2.5 ആംപിയർ, RN എന്ന് പറയുന്നത് 20 ഓമുമാണ്. അടുത്തത് എയും ബിയും തന്നിട്ടുണ്ട്. A+B കാണാനും A-B കാണാനും A×B കാണാനും എല്ലാറ്റിനെയും മാഗ്നിറ്റ്യൂഡും സ്ലോപ്പും ആക്കി മാറ്റാനും പറഞ്ഞിട്ടുണ്ട്. കൂട്ടുന്ന സമയത്ത് 20 + 30 50, 15 J15 - J4 ആണ്. കുറയ്ക്കുകയാണ് വേണ്ടത്, 11 വരിക. പ്ലസ് വലുതിൻ്റെ ചിഹ്നമാണ്. √50² + 11² tan ഇൻവേഴ്സ് 11 Jൻ്റെ ടേമാണ് മുകളിൽ 11/50 ചെയ്ത് കഴിഞ്ഞാൽ 50ൻ്റെ സ്ക്വയർ 2500, 11 സ്ക്വയർ 121, രണ്ടും കൂടെ കൂട്ടിയാൽ 2621. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 51.12 വരും. അതുപോലെ ടാൻ ഇൻവേഴ്സ് 11/50 എന്ന് പറഞ്ഞാൽ 0.22, ടാൻ ഇൻവേഴ്സ് 0.22 എന്ന് പറഞ്ഞാൽ 12.4. മൈനസ് ആവുന്ന സമയത്ത് 20ൽ നിന്ന് 30 പോയാൽ -10, വലുതിൻ്റെ ചിഹ്നമായ -8. J15ൽ നിന്ന് മൈനസ് ചെയ്യാണ്, -J4 ആണ്. അപ്പം മൈനസ് ഗുണിച്ചാൽ പ്ലസ് ആവും. 15നോട് 4 കൂട്ടിയാൽ 19 ആകും. സ്ലോപ്പും മാഗ്നിറ്റ്യൂഡും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √10² + 9² ആണ്. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 19ൻ്റെ സ്ക്വയർ 361 ആണ്. 461 വരും. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 21.47 ആണ്. ടാൻ ഇൻവേഴ്സ് 10/-10 ആണ്. മൈനസ് ഇട്ടാൽ -1.9 ആയി. ടാൻ ഇൻവേഴ്സ് മൈനസ് ആണെങ്കിലും 62.2 ഡിഗ്രിയാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് 62.2, 21.7 ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് രണ്ടും എടുത്തെഴുതുന്നതാണ് നല്ലത്. ഇതേ രീതിയിൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 51.2, 51.2, സ്ലോപ്പ് ഈക്വൽ ടു 12.04 ഡിഗ്രി എന്ന് എഴുതുന്നതാണ് ആൻസറിന് എപ്പോഴും നല്ലത്. മാഗ്നിറ്റ്യൂഡും ആംഗിളും എടുത്തെഴുതുന്നതാണ് എപ്പോഴും നല്ല കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എടുത്ത് എഴുതുക. എടുത്തെഴുതുക. അതേപോലെ തന്നെ മറ്റേ തൊട്ടടുത്ത ആൻസറും അതേപോലെ എടുത്തെഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് J×J എന്ന് പറഞ്ഞാൽ -1 ആണ് എന്നാണ്. പിന്നെ ആദ്യം 20നെ 20 ചെയ്യുക. 20 -J4നെ കൊണ്ട് ഗുണിക്കുക. J15നെ 30 കൊണ്ട് ഗുണിക്കുക. J15നെ -J4 കൊണ്ട് ഗുണിക്കുക. 30ഉം 30ഉം 60 വരും. 20ഉം 4ഉം 80 വരും. മൈനസിൻ്റെ ചിഹ്നം Jൻ്റെ ചിഹ്നം തന്നെ. 15 × 3 എന്ന് പറഞ്ഞാൽ 45, 30 ആകുമ്പോൾ 450. രണ്ടും പ്ലസ് ആയതുകൊണ്ട് എവിടെയും മൈനസ് വരാത്തതുകൊണ്ട് പ്ലസ് ചിഹ്നം തന്നെ. Jനെ J കൊണ്ട് ഗുണിച്ചാൽ -ആയി. Jനെ J കൊണ്ട് -ആയി. അതുകൊണ്ട് പുറത്തൊരു -1. ദെൻ 15 × 4, 15 × -4 -60. രണ്ടും കൂടി ഗുണിച്ചാൽ പ്ലസ് ആയി. അപ്പോൾ 600 + 60 660ഉം -80 × 480, 480ൽ നിന്ന് 80 കുറച്ചാൽ 370. രണ്ടും വലിയ ചിഹ്നങ്ങളെല്ലാം പ്ലസ് ആണ്. സ്ലോപ്പ് കാണാൻ വേണ്ടി നേരത്തെ മാതിരി √660² + 370², 4,35,600ഉം
ഇതും കൂടി ചെയ്യുക. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 370 ഡിവൈഡ് ബൈ 660.56 756.64 മാഗ്നിറ്റ്യൂഡും 26.27 സ്ലോപ്പുമായിരിക്കും വരുന്നത്. അപ്പം അത് രണ്ടും അത് നേരത്തെ ചെയ്ത പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം അവിടെ എടുത്തെഴുതുക. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 776.64 എന്ന് എടുത്തെഴുതുക. അതേപോലെ സ്ലോപ്പ് എന്ന് പറയുന്ന സാധനവും സ്ലോപ്പ് വാല്യൂ എത്രയാണെന്നുള്ളത് 26.26 ഡിഗ്രിയാണ്. അത് രണ്ടും കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും അവിടെ എടുത്ത് എഴുതുക. പാർട്ട് സിയിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറിന് ക്രോസ് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, റിയാക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കറണ്ട് 6 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ I × R ആണ്, 6 × 10 60 വോൾട്ട്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 × 8 48 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. ടോട്ടൽ ഇമ്പിഡൻസ് കാണാൻ വേണ്ടി √10² + 8² √100 + 64 164. അതിൻ്റെ റൂട്ട് കണ്ടാൽ 12.8. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I × Z, 6 × 12.8 എന്ന് പറഞ്ഞാൽ 76.8. ടോട്ടൽ സപ്ലൈ ആയി. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z, R എന്ന് പറയുന്നത് 10, Z എന്ന് പറയുന്നത് 12.8, 0.7812 ആണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, ടോട്ടൽ സപ്ലൈ I × Z, പവർ ഫാക്ടർ കണ്ടുപിടിക്കുക. 7 മാർക്കിനുള്ള സിമ്പിൾ ചോദ്യമാണ്. അടുത്തത് ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI cos φ ആണ്. RC സർക്യൂട്ടാണ്. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VM sin ωt ആണ്. VM എന്ന് പറഞ്ഞാൽ മാക്സിമം, sin ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി 2πf ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ IM sin ωt + φ ആണ്. രണ്ടും കൂടി ഗുണിച്ചാൽ പവറായി. VM-ഉം IM-നെ മാറ്റി നിർത്തിയ sin ωt × sin ωt + φ വരും. sin ωt × sin ωt + φ-ന് ഒരു റിസൾട്ട് ആണ് sin A × sin B എന്ന് പറഞ്ഞാൽ cos A - B + cos A + B. ഈ എന്തറിയാമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ കണ്ടീഷൻ, ഈ മാത്തമാറ്റിക്കലായിട്ടുള്ള ഈ ഇക്വേഷൻ അറിയുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഈ ഡെറിവേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായി A എന്ന് പറഞ്ഞാൽ ωt, B എന്ന് പറഞ്ഞാൽ ωt + φ. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വരാൻ പോകുന്നത് ωt-യിൽ നിന്ന് ωt + φ മൈനസ് ചെയ്യണം. അപ്പം ωt ഇല്ലാതെയായി -φ ആയി മാറി. ωt + ωt 2ωt ആയി. ഇപ്പം 2ωt + φ തന്നെ -φ. കോസിന് അറിയാം, കോസിൻ്റെ മൈനസ് ആയാലും പ്ലസ് ആയാലും ആംഗിൾ എന്തിട്ടാലും അത് പ്ലസ് തന്നെ വരും. സോ cos φ തന്നെ. പിന്നെ വരുന്ന രണ്ടാമത്തെ cos 2ωt + φ. ഈ 2ωt എന്ന് പറഞ്ഞാൽ 2 × 2πf ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡബിൾ ഫ്രീക്വൻസി ആണ്. ഈ ഡബിൾ ഫ്രീക്വൻസി ഹോൾ സൈക്കിളിലെ ഒരു 0 മുതൽ 2π വരെയുള്ള മൊത്തം സൈക്കിളിലെ പവർ കാണാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ഈ പാർട്ട് 0 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി ഏത് മാത്രമേ അവശേഷിക്കുള്ളൂ? VM × IM / 2 × cos φ. ഈ ഭാഗം എവിടെ പോയി? 0 ആയി പോയി. എപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ. അടുത്ത റിസൾട്ട് അറിയേണ്ടത് അതാണ്. സോ VM × IM/2 ആണല്ലോ. അതിന് നമുക്ക് പകരം എന്ത് എഴുതാം? ഈ 2-ന് പകരം √2 എന്ന് എഴുതാം. സോ VM/√2 എന്ന് പറഞ്ഞാൽ VRMS.
Im/√2 എന്ന് പറഞ്ഞാൽ IRMS. സോ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ RMS ഇൻറ്റു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. ഈ RMSന് സാധാരണ RMS എന്ന് താഴെ എങ്ങനെ എഴുതാറില്ല, എന്ത് എഴുതിയാൽ മതി? V ഇൻറ്റു I ഇൻറ്റു കോസ് ഫൈ എന്ന് എഴുതിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.